ഫ്രണ്ട്സ്, എൻ്റെ കാടും വീടും എന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തികച്ചും എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ട്രാവലിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഒത്തിരി യാത്ര ചെയ്യുക, ഞാൻ കാണുന്ന സ്ഥലങ്ങളും അവിടുത്തെ കാഴ്ചകളും എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക, അതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കണ്ടതും കാണാത്തതും പിന്നെ കാണാൻ പോകുന്നതുമായിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ടാവും. പിന്നെ ആദ്യ വീഡിയോ ആണ്, അപ്പം അതിൻ്റെ കുറേ പ്രോബ്ലംസൊക്കെ കാണും, സൗണ്ടായാലും അങ്ങനെയൊക്കെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അപ്പം അതൊക്കെ ക്ഷമിക്കുക, എന്നിട്ട് മാക്സിമം സപ്പോർട്ട് തരിക. പിന്നെ എൻ്റെ ചാനലിടുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തലങ്ങും ലൈക്ക് അടിക്കുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ താഴെ കിടന്ന കിണികിണി ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ എന്തുവാ പോവാം. ശരി, പിന്നെ കാറ്റായതുകൊണ്ടൊന്നും കേൾക്കാൻ പറ്റുമോ എന്നറിയത്തില്ല, എന്നാലും ഏകദേശം ഇവിടെ നിന്നൊരു 25-30 കിലോമീറ്ററോളം വരും നമ്മൾ ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. വേണം 25-30 കിലോമീറ്റർ വരുന്നില്ലേ? 30 കൂടുതലുണ്ടോ? ഓക്കെ. ഇട്ടിട്ടുണ്ട്, അവൻ ഇടയ്ക്കിരിക്കുകയാണ്, കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. വളവുകളും തിരിവുകളുമുള്ള അതിമനോഹരമായ ഒരു നാടാണ്. ഇവിടെ നിന്ന് ഒരാളെ എടുക്കാറുണ്ട്, അവനെയും കൂടെ എടുത്തിട്ട് നമ്മളെ യാത്ര ഇനി ആരംഭിക്കത്തുള്ളൂ. നമ്മൾ പറഞ്ഞ ആ ഒരു വ്യക്തിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്, നമ്മളെ ലുട്ടപ്പനാണ്. നിങ്ങൾ കണ്ടിരിക്കേണ്ട മെയിൻ സ്ഥലങ്ങളാണ്. ലെഫ്റ്റ് സൈഡ് ഇതൊക്കെ ഇപ്പൊ മരങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ. കേരളമല്ല, കന്യാകുമാരിക്കാരൻ. ആ ഫ്രണ്ടിരിക്കണവൻ തിരുവനന്തപുരംകാരനാണ്. അവൻ ഇവിടെ വന്ന പെണ്ണും കെട്ടി ഇവിടെ ജീവിക്കേണ്ടത്. പൈനാപ്പിൾ ഇവിടെ ഉള്ളവർ ഇതിന് കുർത്തി എന്ന് പറയും. നമ്മള് പൈനാപ്പിൾ ഇതൊരു തൊട്ടിപ്പാലമാണ്, ഒരു ചെറിയ തൊട്ടിപ്പാലമാണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്തോ? ഇതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് വെച്ചാൽ അടാർ വ്യൂ ആണ്, രക്ഷയില്ല വ്യൂ, പൊളി. നമുക്കിവിടെ ഒരു കൊച്ചു പയ്യനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ പേരെന്തുവാടാ? അഭിലാഷ. എത്ര ക്ലാസ് പഠിക്കണ്ട? ഇതാണ് ആ ഒരു തൊട്ടിപ്പാലം എന്ന് പറയുന്നത്. ഇത്തിരി കുറച്ച് സീനാണ്, കാണുന്നുണ്ടോ? പൊളിയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററാ? കറക്റ്റ് 1 കിലോമീറ്റർ ഉണ്ടോ? അടിപൊളി, തലാറും കേട്ടാ. അപ്പോൾ ശരി, നമുക്ക് ടൈമില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. പ്രധാന സ്പോട്ടിലോട്ട് നമ്മൾ പോവുകയാണ്. ഓക്കെ, പാലത്തിൻ്റെ താഴെ നിന്നുള്ള വ്യൂ ആണ്. ഇതൊരു പാലമാണ്. ഇപ്പോൾ മച്ചന്മാരെ, നമ്മളെ അടുത്ത യാത്ര എന്ന് പറയുന്ന ഒരു കനാൽ വരമ്പിലൂടെയാണ്. ഇപ്പോൾ ഏകദേശം നല്ലൊരു വീതിയുള്ളൊരു കനാലാണിത്. ചെറുതായിട്ട് വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട്. ഇത് ഇവിടെ പേച്ചിപ്പാറ ജലസംഭരണിയിലെ വെള്ളം അല്ലേ? പേച്ചിപ്പാറ ജലസംഭരണിയിലെ വെള്ളമാണിത്. ഇപ്പം അധികം വെള്ളം തുറന്നു വിട്ടിട്ടില്ല, ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ 3 കിലോമീറ്ററോളം നമുക്ക് ഈ കനാൽ വരമ്പിലൂടെ ഇങ്ങനെ പോകേണ്ടതുണ്ട്. ഒരു വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം റോഡിനധികം വീതി ഇല്ല, വീതി കുറവാണ് റോഡ്. 2 വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. നല്ലൊരു മനോഹരമായ വ്യൂ ആണ് ഇവിടെ. എന്താ നമ്മളിപ്പോൾ എവിടെയാണ് കറക്റ്റ് പോകുന്നത്? സ്പോട്ടെന്ന് പറയൂടാ. ട്രാവലാണ്. ഇവിടെ എത്ര കിലോമീറ്റർ വരും നമ്മൾ പോകുന്ന വെച്ചിട്ട്? എത്ര? 5 കിലോമീറ്റർ. തടിക്കടയിൽ പണിക്ക് പോയവനെയാണ് വിളിച്ചിറക്കിയത്. തടിക്കടയിൽ അവിടെ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വരെയാണ് നമ്മളെ ട്രിപ്പിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. നമ്മൾ പോണ സ്ഥലം അവിടെ കാളികേശം അല്ലേ? കാളികേശം അല്ലേ? ഓക്കെ, ഇവിടുത്തെ ആനയെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ആന ഉണ്ടാകുമെന്ന് പറഞ്ഞൂടാ. പോകുന്ന വഴിക്ക് തന്നെ ഇനി എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ അറിയാം. പ്ലാന്റേഷനാണ്, രണ്ട് സൈഡിലും റബ്ബർ തോട്ടം, നടുക്കൂടെയാണ് റോഡ്. ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതിമനോഹരമായൊരു വ്യൂ ആണ് ഇവിടെ നോക്കുന്നത് അല്ലേ? ശരി, തമിഴ്നാട്ടിലാണെന്നുള്ള കന്യാകുമാരി ജില്ലയാണ്, കന്യാകുമാരി മാവട്ടമാണ്. പ്രൗഢിയുണ്ട്. മറ്റ് ജില്ലകളെ പോലെയല്ല. കന്യാകുമാരി എന്ന് പറയുമ്പോൾ കാണാൻ മനോഹരമായ കുറേ ഒട്ടനവധി പ്ലേസ് ഒക്കെ ഉള്ളത്. നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. നമുക്ക് റൈറ്റിലേക്ക് തിരിയാൻ പോയി ഇവിടുത്തെ മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഇത് സൈഡ് ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെ പന്നിയൊക്കെ ഉള്ളതാണ്. നൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവസാനം സീനായി പോവാം. നിങ്ങളെ കാണുന്നില്ല ഈ റോഡ് അധികം വീതിയൊന്നുമില്ല. പക്ഷേ ഇവിടെ കൂടെ ബസ് സർവീസ് ഉണ്ട്. തമിഴ്നാടിൻ്റെ ബസ് സർവീസ് ഉണ്ട് ഇവിടെ കൂടെ. പക്ഷേ വീതിയില്ല. ഒരു ബസ് പോയാൽ നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടിക്ക് പാസ് ചെയ്ത് പോകാനോ കഴിയില്ല. അങ്ങനത്തെ റോഡാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, കുഞ്ഞു റോഡാണ്. പക്ഷെ മനോഹരമായ ടാറിങ്ങും ഇപ്പോൾ സൈഡിലും കാടായിട്ടുണ്ട്. അതാണ് തമിഴ്നാടിന്റെ പ്രത്യേകത. രണ്ട് സൈഡിലും കാറാണെങ്കിലും ഇടയ്ക്ക് റോഡ് ഇട്ടില്ലേ. ഇതിനൊരു ബസ്സില്ലേ, അതാണ് മെയിൻ. അതാണ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി പേര് താമസിക്കുന്നുണ്ട്. സെറ്റിൽമെന്റ് ഏരിയയാണ്. വണ്ടിയുടെ പെട്രോൾ നമ്മളെ ചതിച്ചില്ലെങ്കിൽ നമ്മുടെ ലക്ക്. പെട്രോൾ ഏകദേശം തീരാറായി വരെയാണ്. എവിടം വരെ പോകും, എവിടെ നിൽക്കുമെന്ന് അറിയത്തില്ല. പിടിയില്ല. അടുത്ത് കടയുണ്ടാകുമെന്നും അറിയത്തില്ല. പെട്രോൾ പമ്പ് കണ്ടില്ല, ഒന്നുമില്ല. കുട്ടപ്പാനി ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? കാളികേശം ഏകദേശം എത്ര കിലോമീറ്റർ വരും? നീ തള്ളാതെ കറക്റ്റ് പറയാം. 4, 5 എത്രയാണ്? 4 കിലോമീറ്ററാ? ഓക്കെ. കുട്ടൻ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയത്തില്ല. മലമട്ട എന്തോ ആ കാണുന്ന മലയുടെ അതിൻ്റെ മറു സൈഡ് എന്നാണ് പറയുന്നത് നമ്മൾ പോകുന്ന സ്പോട്ട്. ഈ കാണുന്ന ഈ വീടുകളെന്ന് പറയുന്നത് ഇവിടുത്തെ ഈ തോട്ടം നോക്കുന്ന തൊഴിലാളികൾ, ഈ പ്ലാന്റേഷനൊക്കെ നോക്കുന്ന തൊഴിലാളികളുടെ വീടാണ്. ഇവിടെ തമിഴ് ജനത മാത്രമല്ല ഉള്ളത്, ഹിന്ദിക്കാരും താമസിക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി ബംഗാളി തൊഴിലാളികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ക്ഷേത്രമാണ്. ചെറിയ ചെറിയ കോട്ടേഴ്സ് പോലെയാണ്. ഒത്തിരി പേരൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട്. പെരിഞ്ചാണി കായലിൻ്റെ വെള്ളമാണ്. പെരിഞ്ചാണിക്കപ്പെട്ട പ്രദേശം. പിന്നെ ഈ സൈഡിൽ വന്നിട്ട് പൈനാപ്പിൾ കൃഷിയാണ് ഫുൾ. അങ്ങ് ഏകദേശം അങ്ങ് കാണാൻ പറ്റുന്നുണ്ടോ? ഏകദേശം അങ്ങ് മുകൾ വരെയും പൈനാപ്പിൾ കൃഷിയാണ് കേട്ടോ. വെറൈറ്റി ഇവിടെ അതൊക്കെയാണ് വഴി. ഇതിലും ടാസ്ക്കായി നമ്മൾ നേരത്തെ വന്നിറങ്ങി. ഇനിയിപ്പം നമ്മുടെ കൂടെ വന്നവർ പറഞ്ഞ് ആനയുണ്ട്, സീനാണെന്ന് പറഞ്ഞതാണ്. ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് കാടും മലയും കുന്നും താണ്ടി ചെറിയൊരു റോഡിൽ വന്നിറങ്ങി. ഇത് ബൈപ്പാസ് ആണെന്ന് തോന്നണം കണ്ടിട്ട്. ഇവിടുത്തെ ബൈപ്പാസ്. അതെ, ഇതാണ് ഇവിടുത്തെ ബൈപ്പാസ്. അതാണ്ട് ആ വെള്ളം ഇതൊക്കെ കണ്ടില്ലേ, അതൊക്കെ മറ്റേ ഡാമിലുള്ള വെള്ളമാണെന്ന് തോന്നുന്നു. മറ്റേ പെരിഞ്ചാണി എന്ന് പറഞ്ഞാൽ അതോ വെള്ളം തന്നെ. പക്ഷെ ഇവിടെ നിന്നൊരു വ്യൂ അതൊരു കൊള്ളാം. ഇച്ചിരി ഓവറാണ്. പിന്നെ ഇച്ചിരി അവിടെ നല്ല മലയൊക്കെ ഉണ്ട്. പക്ഷെ കാണാൻ പറ്റുന്നതോ എന്നൂടാ ചെറുതായിട്ട് കാണാം. മൊത്തവും മഞ്ഞ് കൊണ്ടൊക്കെ മൂടി. ഇപ്പം ഇത്ര സമയം ലേറ്റ് ആയില്ലേ. കൂടെ വരുന്ന ഒരാൾ ലേറ്റ് ആയിപ്പോയി. അതാണ് നമ്മൾ ഇത്ര സീനായി പോയത്. സ്ഥലത്ത് റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന വൈബ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നിറയുണ്ട്, 1, 2 അല്ല, നിറയുണ്ട്. അവിടെ എല്ലാം നിൽപ്പുണ്ട്. ഒത്തിരി പശുക്കൾ. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തൊരു കോവിലിരിപ്പുണ്ട്. കാളികേശം ക്ഷേത്രം. ഇവിടെ കാണാൻ ഈ ക്ഷേത്രവും പിന്നെ കുറേ വെള്ളവും പിന്നെ ഈ ഉണ്ട കല്ലുകളും മാത്രം. എൻ്റെ ഈ ഇടത് സൈഡിലായിട്ട് ഒരു 2 പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തും ഒരു പ്രതിഷ്ഠയാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. പിന്നെ വെള്ളം മനോഹരമായിട്ടുള്ള വെള്ളമാണ് ഇവിടെ. വെള്ളം പറയുകയാണെങ്കിൽ രക്ഷയില്ല, പൊളി. തണുപ്പാണ് മച്ചാന്മാരേ, ഐസ് പോലെയുണ്ട്. എന്ത് തണുപ്പാണ്. എന്തെങ്കിലും പറയടാ. ഡേഞ്ചർ വഴിയാണ് നമ്മൾ വന്ന വഴി എന്ന് പറയുന്നത്. നല്ല ഡേഞ്ചറാണ്. അതെ, നമ്മൾ വന്ന വഴി നോക്കി ആരും വരില്ല. വേറെ വഴി ലൊക്കേഷൻ കിട്ടുവാണെങ്കിൽ വന്നാൽ മതി. ഇത് നല്ല വഴിയാണ്. ഈ വഴി എന്ന് പറയുന്നത് കിരിപ്പാറ. ഇവിടുന്ന് കിരിപ്പാറ തടിക്കാരംകുളം. ഭയങ്കര ചുറ്റല്ലേ.
ഈ വഴി നേരെ പോകുന്നത് കീരിപ്പാറ തളിക്കാരങ്ങോട്. നമ്മളപ്പോൾ ഷോർട്ട് കയറി വന്നതാണ്. നമുക്ക് ഇതാണ് എളുപ്പം. ഇതിനെ കഴിഞ്ഞും ഈ വഴിയാണ് എളുപ്പം ബൈക്കിൽ വരാൻ. റിസ്ക് പിടിച്ച വഴിയെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വൈബാണ്, ഒന്നും പറയില്ല. ആനയില്ലാതെ ആരെങ്കിലും വരാൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ വഴി വരിക. ആനയെ കണ്ട് വരുന്നവർക്കാണ് അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ഇതുവഴിയാണ് വരേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതെല്ലാം വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമാണ്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ വരണ്ട് കിടക്കുന്നത്. അടിപൊളി, ഒരു രക്ഷയില്ല. സൂര്യൻ്റെ വെട്ടമൊക്കെ നല്ല വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വീട്ടിലോട്ട് പോകുന്നു. അതെ അതെ. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ തിരിച്ച് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ. ഓക്കെ.